എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വല്ലാത്ത മാറ്റമാടാ ചെറുപ്പക്കാരാ. ഒന്ന് ചിന്തിക്കടാ മോനെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഖത്താബിന്റെ മകനായ ഉമറിന്റെ ചരിത്രം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കാൻ പോയവനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമറിനെ എല്ലാവർക്കും പേടിയായിരുന്നു. ഏതെങ്കിലും ഒരു കുട്ടി ഭക്ഷണം കഴിക്കാതിരുന്ന, ഉമ്മ ഭക്ഷണം വാരി കൊടുക്കുമ്പോ മക്കള് കഴിക്കാതിരുന്ന, ഉമ്മ പറയും ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്. പടച്ചവനെ, കുട്ടികൾ പോലും പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഉറങ്ങാതെ കിടക്കുന്ന മക്കളെ ഉമ്മമാര് പേടിപ്പിച്ചിരുന്നത് ഉമറിന്റെ കയ്യിൽ നിന്നെ പിടിച്ചു കൊടുക്കുമെന്ന് ഭയപ്പെടുത്തുമായിരുന്നു. അത്രയും വലിയ കാട്ടാളനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് പടച്ചവനെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്താ. തന്റെ പ്രിയപ്പെട്ട സഹോദരിയെ പടച്ചവനെ കൊല്ലുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ വീടിനകത്തിരുന്ന് തന്റെ കൂടപ്പറപ്പ് ഓതിയ ഖുർആനിന്റെ ആയത്തുകളാ. ഒറ്റ ആയത്ത്, സൂറത്തു ത്വാഹയുടെ ആയത്തുകൾ കേട്ടപ്പെടാ ഉമർ തങ്ങൾ പോലും ചോദിക്കുന്നു, പെങ്ങളെ നീ ഓതിയതെന്താ, നീ ഓതിയതെന്താ, എനിക്കൊന്ന് ഓതിത്തരുവോ? പ്രിയപ്പെട്ട പെങ്ങള് പറഞ്ഞു പോയി കുളിച്ച് വൃത്തിയായിട്ട് വരാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുളിച്ച് വൃത്തിയായിട്ട് അടുത്തേക്ക് വന്നപ്പോ അവിടെ നിന്ന് ഓതിക്കൊടുക്കുന്നു ത്വാഹ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുത്തപ്പോ ഉമർ എന്ന് പറയുന്ന കാട്ടാളനായ ഖത്താബിന്റെ മകനുണ്ടല്ലോ, ഉമർ തങ്ങളുടെ കണ്ണ് നിറയുകയാ. ഇതെന്തു ഗ്രന്ഥമാണല്ലാ, ഇതെന്ത് ഗ്രന്ഥമാണല്ലാ. എടാ ചെറുപ്പക്കാരാ, ഉമർ മുസ്ലിമായപ്പോ നാട്ടുകാര് പറഞ്ഞതെന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല. അത്രയും വലിയ മോശക്കാരനായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നെന്ന ചരിത്രം പറയുമ്പോ എത്രയെത്രയോ കാട്ടാളന്മാർ, എത്രയോ അല്ലാഹുവിനെ മറന്നു നടന്നവർ, പടച്ചറപ്പിനെ മറന്നു നടന്ന എത്രയെത്രയോ സഹോദരങ്ങളുണ്ട്. ഒരുപാട് മഹാന്മാരുടെ ചരിത്രം നമുക്കറിയുമല്ലോ. അല്ലാഹുവേ, പണ്ടൊരു മനുഷ്യനുണ്ടായിരുന്നു, പടച്ചവരെ കൊള്ളക്കാരനായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ ഹോബി എന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാ അവളുമായി ശാരീരികമായി ബന്ധപ്പെടും. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയും പടച്ചവനെ അവളെ കീഴ്പ്പെടുത്തുമായിരുന്നു. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. പക്ഷേ പെണ്ണു വഴങ്ങി കൊടുക്കാതെ വന്നപ്പോ പാതിരാത്രി ആരും കാണാതെ വീടിന്റെ വാതില് പൊളിച്ചു. വീടിനകത്ത് കയറിയിട്ട് ആ മനുഷ്യൻ ആരോഗ്യവാനാണ്. ആ പാവപ്പെട്ട പെണ്ണിനെ അവിടെ നിന്ന് കീഴ്പ്പെടുത്തി. എന്നിട്ട് അവളെ ബലാത്സംഗം ചെയ്യാൻ പോകുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ. താൻ മോഹിച്ച് ആഗ്രഹിച്ച് തന്റെ കയ്യിൽ കിട്ടിയ പെണ്ണിന്റെ ശരീരത്തിലേക്ക് അവളെ ബലാത്സംഗം ചെയ്യാൻ പോകുമ്പോ ആ പെണ്ണിനോട് ആ പെണ്ണിന്റെ ശരീരം വലിച്ചു കീറാൻ നോക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയുമോ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഒരേ ഒരായത്ത്. എടാ, ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്തി ആ പെണ്ണിന്റെ കാലിന്റെ ഇടയിൽ പോയി ആ പെണ്ണിനെ
ഭാര്യ ശാരീരികമായി ബന്ധപ്പെടാൻ വേണ്ടി അവിടെ നിന്ന് തയ്യാറെടുക്കുമ്പോഴാണ് അടുത്ത വീട്ടിലിരുന്നിട്ടൊരു ഉമ്മ ഓതുകയാ, അലം യഅ്നില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേ, നന്നാകാ സമയമായില്ലേ. അവിടെ നിറങ്ങി പോകുകയാണ് ആ ചെറുപ്പക്കാർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടിട്ട് അവിടെ നിന്നും നന്നായെന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നിസാരമല്ല ഉമ്മ, നിസാരമല്ല വാപ്പാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നിസാരമാക്കുന്നവരെ, വമൻ അളിലമ മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഏറ്റവും വലിയ അക്രമിനിയാ. രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഇതെന്റെ ചെറുപ്പക്കാര് മറന്നു പോകരുത്, എന്റെ വാപ്പമാര് മറന്നു പോകരുത്, എന്റെ ഉമ്മമാർക്ക് പഠിക്കാറുള്ള രണ്ടാമത്തെ കാര്യമോ? പലരും ചോദിക്കുമല്ലോ, ഉസ്താദേ നന്നാകാ പറ്റുന്നില്ല, ഉസ്താദേ നന്നാകാ പറ്റുന്നില്ല, ഇവനെന്തേ ഇങ്ങനെയായി പോയത്, ഇവനെന്തേ ഇങ്ങനെയായി പോയത്? ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ. എടാ ചെറുപ്പക്കാരാ, അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ, അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ പ്രേമിച്ചവന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന പെണ്ണിനെ ഉപദേശിക്കാൻ നോക്കിയാൽ എന്തെങ്കിലും മനസ്സിലാകുമോ ചെറുപ്പക്കാരാ? ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, വല്ലാത്ത സങ്കടമോ, വല്ലാത്ത സങ്കടമോ. ഇന്നലെ വരെ പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത പെൺകുട്ടിയുണ്ടല്ലോ, അതാ സിന്ദൂരം ഇട്ടുകൊണ്ട് നടക്കുന്ന രംഗം കാണോ, അമ്പലങ്ങളിൽ പോയി പൂജ നടത്തുന്നത് കാണോ, തലമറച്ചവള് ഫർദ് ധരിച്ചവള് അത് വലിച്ചെറിഞ്ഞിട്ട് തന്റെ ശരീരം പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നത് കാണോ. അതിന്റെ കാരണം എന്തെന്നറിയോ? നിങ്ങളിൽ പലരും ചോദിക്കുന്നു, ഉസ്താദ് ഇവനെ എത്ര ഉപദേശിച്ചിട്ടും ഇവന്റെ കള്ളുകുടി മാറുന്നില്ല, ഇവന്റെ മോശമായ സ്വഭാവം മാറുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പറയും, ഉസ്താദ് എന്റെ ഭർത്താവ് നന്നാകുന്നില്ലല്ലോ. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ ദുആ ചെയ്യാൻ പറയുന്നത് ഭർത്താവിന്റെ സ്വഭാവം നന്നാവാനാ. എത്ര പറഞ്ഞു കൊടുത്തിട്ടും എന്റെ ഭർത്താവ് നിസ്കരിക്കുന്നില്ല, അല്ലാഹുവിനെ പേടിയില്ല, മോശമായ വീഡിയോകൾ കാണുകയാണ്, അന്യ പെണ്ണുങ്ങളുമായിട്ടുള്ള സ്നേഹമാണ് പറയുന്ന ഉമ്മ. അതിന്റെ കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, വഇൻ തദഊഹും ഇലൽ ഹുദാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പിന്നെ അവരുടെ ഹൃദയത്തിൽ നിന്ന്, പിന്നെ അവരുടെ ഹൃദയത്തിലേക്ക് നന്മ ഇറങ്ങൂല. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, സത്യം പിന്നെ അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങില്ല. ഒരുപാട് അല്ലാഹുവിനെ കുറിച്ചും നരകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും പറഞ്ഞു കൊടുത്തിട്ട് അത് നിഷേധിച്ച മനുഷ്യൻ, അള്ളാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസാരമാക്കി കളഞ്ഞ മനുഷ്യൻ, പിന്നെ അവന്റെ ഹൃദയത്തിലേക്ക് പിന്നെ ആ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് എത്രയോ പേര് ഉപദേശിച്ചിട്ട് നന്നാകാത്തത്. എത്രയോ ആൾക്കാരെ ഉപദേശിച്ചിട്ടും അവിടെ നന്നാകാത്തതിന്റെ കാരണം അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചെവികളിലും അവർ മൂടി വെക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളും അവരുടെ കാതുകളും അല്ലാഹു മൂടി വെക്കും, അടച്ചു കളയും. പിന്നെ എത്ര പറഞ്ഞാലും അങ്ങോട്ട് ഇറങ്ങൂല. അല്ലാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരു അമുസ്ലിമായ പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പിടിച്ചോണ്ട് വന്ന് വീട്ടിലിരുത്തി, പാപ്പായും ഉമ്മായി കരയും. മറ്റോ ഉണ്ടോ?
പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് പറയും, മോളെ നിസ്കരിക്കണം, മരണമുണ്ട്, ഖബറുണ്ട്. ഓളിങ്ങനെ ഇരിക്കുക, വെടികൊണ്ടതുപോലെ, ഒന്നും കേറൂല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ആ പെണ്ണു മാറുന്നില്ല. കാരണം എന്തേ? അവൾ അള്ളാഹുവിനെ മറന്നു കളഞ്ഞവളാ. പരിശുദ്ധമായ ഖുർആൻ പിന്നെ അവരുടെ ഹൃദയം അങ്ങ് അള്ളാഹു സീരി വെക്കും, ചെവി പിന്നെ ഒന്നും കേൾക്കൂല. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും പിന്നെ അകത്തേക്ക് കയറൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്രയോ ഈ അടുത്തിങ്ങനെ മൊബൈലിലൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ പരക്കുന്നത് കണ്ട് സങ്കടം തോന്നി. മംഗലാപുരത്താണെന്ന് തോന്നുന്നു. ഒരു പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനും കൂടെ ഏതോ ഒരു മാളിൽ നിൽക്കുന്ന ഒരു വീഡിയോ. ഈ അടുത്ത് ആരോ ഇന്നലെ എങ്ങാണ്ടെന്ന് ആരോ കാണിച്ചു തന്നു. ഞാനിവിടെ വയതിന് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരെ ഈ വീഡിയോ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നാര ഉസ്താദ് ഇതിനെക്കുറിച്ചൊന്ന് പറയണം, ഞാൻ മാളിലെ ജോലിക്കാരനാ, ഞാൻ മംഗലാപുരത്തുള്ള ഒരു മാളിലെ ജോലിക്കാരനാ, ഉസ്താദ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയണോന്ന്. ഞാൻ അവനെന്തോ പറയാനാ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ വീഡിയോ പിടിച്ചവനെയാ. ഒന്ന് അരച്ചേക്ക്. എടാ പൊന്നാര ചങ്ങാതി, ഞാൻ ചിന്തിക്കണം, ഈ വീഡിയോ പിടിച്ചവൻ, ഈ വീഡിയോ ഷെയർ ചെയ്തവൻ, എടാ ആ തെറ്റ് ചെയ്ത പെണ്ണ് അള്ളാന്റെ അടുത്ത് പശ്ചാത്തപിച്ച് അള്ള പുറത്തു കൊടുക്കും. ഈ വീഡിയോ ഷെയർ ചെയ്തവൻ എന്ത് ചെയ്യും? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ തെറ്റ് ചെയ്ത പെണ്ണ്, ഞാൻ കള്ളു പിടിച്ചെന്ന് വിചാരിക്കാം, ഞാൻ അള്ളാടെ മുന്നിൽ പോയിട്ട് പശ്ചാത്തപിച്ച് അള്ള എനിക്ക് പുറത്തു തരും. പക്ഷെ ഈ വീഡിയോ പിടിച്ച് ഇങ്ങനെ തിരുവനന്തപുരത്ത് കിടക്കണ എന്നെ വരെ കാണിച്ചില്ലേ? അപ്പൊ ഈ ഷെയർ ചെയ്ത് മിസ്രി സവാബ് വാങ്ങുന്നവൻ, നിങ്ങൾ ചിന്തിക്ക്, ഞാൻ നിങ്ങളിൽ ആരെയെങ്കിലും ഒരാളെ കുറ്റം പറഞ്ഞാൽ, ഇരിക്കണ നൗഷാദ് ഹാജിയെ കുറിച്ച് ഞാൻ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ, ഞാൻ മക്കത്ത് പോയിട്ട് കഅബ കെട്ടിപ്പിടിച്ച് ദുആ ചെയ്തിട്ട് കാര്യമില്ല, നൗഷാദ് ഹാജിയുടെ കൈ തന്നെ പിടിക്കണം. നിങ്ങൾ പള്ളിയിലെ ഖത്തീബ് ഉസ്താദിനെ കുറിച്ച് മോശമായി എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ കഅബാലയത്തിൽ പോയി ഹജറുൽ അസ്വദ് ഇങ്ങനെ മാറി മുത്ത്, അള്ള പുറത്താന്ന്, അള്ള പുറത്തു തരൂല്ല. അള്ള പൊറുക്കണമെങ്കിൽ പള്ളിയിലെ ഖത്തീബിന്റെ അടുത്ത് വന്നിട്ട് പറയണം, ഉസ്താദെ ഒരു സമയം കിട്ടിയപ്പോൾ ഇത്തിരി ഇറച്ചി ഞാൻ തിന്നിട്ടുണ്ട്, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്തത് തെറ്റോ ശരിയോ അതെല്ലാവർക്കും അറിയാം, ചെയ്തവർക്കും അറിയാം. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത്, എന്തിനാ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്? നീ ഒരാളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നു, അള്ളാഹു മറച്ചു വെച്ച കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പരസ്യമാക്കരുത്. ഓർത്തു വെച്ചോ, പെണ്ണുങ്ങൾ പ്രത്യേകം കേൾക്കണം, എൻ്റെ ഉമ്മമാര്. അള്ളാഹു മറച്ചു വെച്ച കാര്യം, ഉദാഹരണം പറഞ്ഞ ചില ചെറുപ്പക്കാരുണ്ട്, രാത്രി കള്ളു കുടിച്ചു, ആരും അറിഞ്ഞില്ല. രാവിലെ വന്നിട്ട് പറയാ, അളിയെ ഇന്നലെ വൈകിട്ട് ഞാനൊരു 60 അടിച്ചു കേട്ടോ. പരസ്യമായിട്ട് പറയാ, ചെയ്യരുത്. എന്ത് വലിയ അള്ളാഹു മറച്ചു വെച്ച കാര്യം നീ പരസ്യപ്പെടുത്തരുത്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ അപ്പൊ തന്നെ പിടിച്ചൂടെ? ഞാനൊരു പെണ്ണുമായിട്ട് ഇല്ലെങ്കിൽ ഞാൻ പോട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല, ക്ലിപ്പ് എവിടുന്നാന്ന് ഇറങ്ങുന്നെന്ന് അറിയാൻ പറ്റുന്നത് കൊണ്ടാണ്. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് അള്ളാഹി ഞാനും അത്ര അറിഞ്ഞിട്ടുള്ളൂ, ഞാനത് പരസ്യപ്പെടുത്താൻ പാടുണ്ടോ? നിങ്ങൾ വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പരസ്യപ്പെടുത്താൻ പാടുണ്ടോ? പാടില്ല. കാരണം എന്തേ? അള്ള മറച്ചു വെച്ചതല്ലേ. അള്ള മറച്ചു വെച്ചത് ഞാൻ മറച്ചു വെക്കണം, പരസ്യപ്പെടുത്തരുത്. പരസ്യപ്പെടുത്തിയാൽ പിന്നെ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ എന്തു പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങില്ല. പിന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങാറില്ല. നമ്മൾ നിസ്സാരമായി കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുന്നു, എടാ ഏതെങ്കിലും ഒരു പെണ്ണ് ഒളിച്ചോടി പോയാൽ ഓള് പോട്ടടാ, നിനക്കെന്താ എത്ര വിഷമം? ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു പെണ്ണ് അമുസ്ലിം, എത്രയോ അമുസ്ലിമീങ്ങളുടെ കൂടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഉടനെ എഴുതിയിടും, മംഗലാപുരത്തുള്ള ഇന്ന സ്ഥലത്തുള്ള പെണ്ണ് ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോയി. എന്തിനാ എഴുതിയിടുന്നത്? പോയെങ്കിൽ പോട്ടെ, നമുക്കെന്താ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇമാം ആമീൻ പറ. എനിക്ക് ഓർമ്മ വരുന്നത്, നേരത്തെയൊക്കെ ഒരു അമുസ്ലിമായ പയ്യന്റെ കൂടെ ഒരു പെണ്ണ് ഒളിച്ചോടി പോയെന്ന് പറഞ്ഞാൽ വലിയ വേദനയായിരുന്നു, വലിയ ടെൻഷനായിരുന്നു. ഇപ്പൊ കേട്ടത് ശീലമായി. ഞാനിങ്ങനെ മൊബൈലിൽ കണ്ടു, ഏതോ ഒരു സ്ഥലത്തുള്ള ഒരു പെൺകുട്ടി ഒരു അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നു. അപ്പൊ അതിനടിയിൽ ഇങ്ങനെ കമൻസ് എഴുതുന്നുണ്ട്. കമൻസ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എഴുതിയ കമൻസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവൻ എന്താ എഴുതിയെന്നറിയാവോ? ഒരുത്തിയും കൂടെ പോയി, സ്വർഗത്തിൽ അത്രയും സ്ഥലം ഒഴിഞ്ഞു കിട്ടിയല്ലോ, നമുക്കവിടെ പോയി അടിച്ചു പൊളിക്കാന്ന്. പോയി അതെന്നെ. എടാ, നല്ല ഉപ്പായിക്കും ഉമ്മായിക്കും പിറന്ന പെണ്ണ് പോവോ? നിങ്ങൾ പറ, പോവോ? മലയാളം മനസ്സിലാവണില്ലേ? നല്ല വാപ്പായിക്കും നല്ല ഉമ്മായിക്കും ജനിച്ച മകള് പോകുവോ? ഇല്ലേ, പോകൂല. ഇനി ഏത് കൊലകൊമ്പം വന്നാലും പോകൂല. അത് ചരിത്രം സാക്ഷിയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, നല്ല വാപ്പായിക്കും ഉമ്മായിക്കും പിടിച്ച മക്കള് അവൾ എങ്ങനാ?
ഏത് വഴിപിടപ്പിക്കാൻ വരുന്നവനെ കൂടെ നന്നാക്കും. ഒരുത്തൻ പിഴപ്പിക്കാൻ വന്ന, ലൈനടിക്കാൻ വരുന്നവൻ, പ്രണയിക്കാൻ വരുന്നവനെ കൂടെ നന്നാക്കും. അങ്ങനെ എത്ര പെണ്ണുങ്ങളുടെ ചരിത്രമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം എടുത്തു നോക്ക്. ബസറ പട്ടണത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. ബസറയിൽ പെണ്ണുങ്ങളെ പ്രണയിച്ച് നടക്കുന്ന ചെറുപ്പക്കാരൻ. ബസറയിൽ ഏത് പെണ്ണിനെ കണ്ടാലും വളയ്ക്കും. അങ്ങനെ ചിലതുണ്ടല്ലോ, ഏത് പെണ്ണിനെ കണ്ടാലും വളയ്ക്കും. അപ്പൊ ഒരു സുന്ദരിയായ ഒരു പെണ്ണ്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണ്, ഈ പെണ്ണിങ്ങനെ ശരീരം മറച്ചിങ്ങനെ നടക്കുമ്പോ എല്ലാരും നോക്കി, ഓള് വളയുന്നില്ല. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എല്ലാം പരാജയപ്പെട്ടു. അപ്പൊ ഈ ബസ്രയിലെ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഞങ്ങളൊക്കെ നോക്കിയിട്ട് തോറ്റതാ, നീ എല്ലാ പെണ്ണിനെയും വളയ്ക്കുമല്ലോ, എന്നാ അവളെ ഒന്ന് വളച്ചു കാണിക്ക്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? ഈ പെണ്ണിനെ ഇങ്ങനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഈ പെണ്ണിങ്ങനെ നടന്നു പോകുമ്പോ ഈ ചെറുപ്പക്കാരൻ കൂടെ പോവാ, ഇങ്ങനെ കൂടെ തന്നെ പോവാ. എന്തൊക്കെ ചെയ്തിട്ട് ഇവ മാറണില്ല. അവസാനം ആ പെണ്ണ് തിരിച്ചു നിന്നിട്ട്, നീ എന്തിനാ എന്റെ പുറകെ നടക്കണേ? നീ എന്റെ പുറകെ നടക്കുന്നത് എന്തിനാ? നീ എത്ര നടന്നിട്ടും കാര്യമില്ല, എന്നെ പിഴപ്പിക്കാൻ നടക്കരുത്, നീ നിന്റെ കാര്യം നോക്ക്. ചെറുപ്പക്കാരനോട് പറഞ്ഞിട്ട് പെണ്ണ് നടന്നുപോയി. പക്ഷെ ഇവൻ പിന്നെയും പുറകെ പോവാ. അവസാനം എന്ത് ചെയ്തിട്ടും വിടുന്നില്ല. അവസാനം ഈ പെണ്ണ് തന്റെ വീടെടുക്കാറായ സമയത്ത് ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നീ എന്തിനാ എന്റെ പുറകെ നടക്കണേ? നിനക്ക് മരിക്കണ്ടേ? അള്ളാനെ പേടിയില്ലേ? നീ എന്ത് കണ്ടിട്ടാ എന്റെ പുറകെ നടക്കുന്നത്? ഞാൻ എന്റെ ശരീരം മുഴുവനും മറച്ചിരിക്കല്ലേ? എന്ത് കണ്ടിട്ടാണ് നീ എന്റെ പുറകെ നടക്കുന്നതെന്ന് ആ സുന്ദരിയായ പെണ്ണ് ചോദിക്കുമ്പോ ആ ബസറയിലെ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? പെണ്ണേ, നീ നിന്റെ ശരീരം മുഴുവനും മറച്ചിരിക്കുകയാണ്, പക്ഷേ നിന്റെ കണ്ണുകളുണ്ടല്ലോ, രണ്ട് കണ്ണുകൾ വെളിയിൽ കാണുന്നുണ്ടല്ലോ, അത് കാണാൻ വല്ലാത്ത ഗ്ലാമറാ. ഈ കണ്ണ് കണ്ടിട്ടാ ഞാൻ നിന്റെ പുറകിൽ വന്നത്. നിന്റെ കണ്ണിന് ഇത്ര സൗന്ദര്യമാണെങ്കിൽ പെണ്ണ്, നിന്റെ ശരീരത്തിന് എന്ത് സൗന്ദര്യമായിരിക്കും? എനിക്ക് നിന്റെ കണ്ണ് വല്ലാതെ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോ പെണ്ണിന്റെ കണ്ണ് നിറയുകയാ. അവിടുന്ന് ചരിത്രം പറയുകയാണ്, ആ പെണ്ണ് പറഞ്ഞു, നീ ഇവിടെ തന്നെ ഇരിക്ക്, എങ്ങും പോകരുത്, ഇവിടെ തന്നെ ഇരിക്കെന്ന് പറഞ്ഞൊരു സ്ഥലം കാണിച്ചു കൊടുത്തു. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അല്ലാഹുവേ, കരയുകയാ. എന്തിനാണ് കരയുന്നതല്ലാ? എന്റെ കണ്ണ് കാരണം ഒരു ചെറുപ്പക്കാരൻ വഴിപിഴച്ചു പോയല്ലോ അല്ലാ. എന്റെ കണ്ണല്ലേ അതിന് കാരണം. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, ഒരു കത്തിയെടുത്തു, രണ്ട് കണ്ണും അവിടെ നിന്ന് ചൂഴ്ന്നെടുക്കുകയാണ്. അവിടെ നിന്ന് രണ്ട് കണ്ണും ചൂഴ്ന്നെടുത്തു. അതാ വേലക്കാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്തൊരു ചെറുപ്പക്കാരിരിക്കുന്നുണ്ട്, അവന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാം. അല്ലാഹുവേ, അവിടെ നിന്ന് കൊണ്ടുവന്ന ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അവൻ ആഗ്രഹത്തോടെ, എന്താണ് റബ്ബ്, ആ സുന്ദരിയായ പെണ്ണ് തന്നതാണല്ലോ. അവിടെ നിന്ന് തുറന്നു നോക്കുമ്പോ രണ്ട് കൃഷ്ണമണികളാ. അല്ലാഹുവേ, ചെറുപ്പക്കാരൻ വലിച്ചെറിഞ്ഞിട്ട് ഓടുകയാണ്, തന്റെ വീടിനകത്തേക്ക് ഓടുകയാണ്. പടച്ചവരെ, കരയുകയാണ്. കിടന്നിട്ടുറക്കം വരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. അവസാനം ആ ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത പ്രയാസം തോന്നുകയാണ്. ആ പെണ്ണിനോടൊന്ന് പൊരുത്തം ചോദിക്കണമല്ലോ, ആ പെണ്ണിനെന്ത് സംഭവിച്ചതെന്നറിയണമല്ലോ. അവസാനം ആ ചെറുപ്പക്കാരൻ പിറ്റേ ദിവസം ആ സുന്ദരിയായ പെണ്ണിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ? ജനാസ കൊണ്ടുപോവുകയാ. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ആ സുന്ദരിയായ പെണ്ണിന്റെ ജനാസ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് ഓടുകയാ. വീടിനകത്തിരുന്നപ്പോ ചിന്തിക്കുന്നത് എന്തെന്നറിയുവോ? ആ പെണ്ണ് ചോദിച്ച ഒരേ ഒരു ചോദ്യമാണ്, മരിക്കണ്ടേടാ, മരിക്കണ്ടേടാ, അല്ലാഹുവിനെ പേടിയില്ലേ?
പടച്ചവനെ ആ ബസ്രയിലെ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന്റെ അകത്ത് ആ പെണ്ണ് ചോദിച്ച ചോദ്യം അങ്ങ് തറയ്ക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അതാ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നവനോട്, ഫോൺ വിളിച്ചുകൊണ്ട് സല്ലപിക്കാൻ വരുന്നവനോട്, എടാ മരിക്കണ്ടേടാ, അള്ളാടെ മുന്നിൽ പോകണ്ടേടാ, മസറയിൽ പോയി നമ്മ കണക്ക് പറയണ്ടേടാ, 2 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞ മോളെ വന്ന വഴിയെ തിരിച്ചു പോവുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ ഖുർആനിനെ നിസാരമാക്കിയാൽ, അതിനെ നീ അവഹേളിച്ചാൽ, അവരെ നീ നിസാരമാക്കി തള്ളിക്കളഞ്ഞ, പിന്നെ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്ത് കടന്നു വരൂല. അല്ലാഹു ഹൃദയം സീല് വെക്കുകയാ, ചെവി രണ്ടും മൂടി വെക്കുകയാ, പിന്നെ ഒന്നും നിന്റെ ഹൃദയത്തിൽ ഇറങ്ങൂലല്ലോ. അല്ലാഹുവേ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ. എന്തു പറഞ്ഞാലും തിരിയൂല, എന്തു പറഞ്ഞാലും തിരിയൂല. വലിയ ഉപദേശം കേട്ടാൽ, വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സഊ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പടച്ച റബ്ബിന്റെ അല്ലാഹുവിന്റെ ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്തു പറഞ്ഞു കൊടുത്തിട്ടും അവരനുസരിക്കുന്നില്ല. അവര് കളിയാക്കുകയാ, അവര് നിസാരമാക്കുകയാ. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവർ തെറ്റിയപ്പോ അല്ലാഹു അവരുടെ ഹൃദയങ്ങളെയും തെറ്റിച്ചു കളഞ്ഞു എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരുമ്പോ അല്ലാഹുവിന്റെ ഖുർആനിനെ അവഗണിക്കുന്നവരോട് പറയുകയാ, നിസാരമാക്കുന്നവരോട് പറയുകയാ, നീ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിയാ. 2 അല്ലാഹു നിന്റെ ഹൃദയമങ്ങ് സീല് വെക്കുകയാ, പിന്നെ നിനക്ക് രക്ഷയില്ല, പിന്നെ നിനക്ക് രക്ഷയില്ല. അല്ലാഹുവേ അങ്ങനെ ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. ഒരുപാട് ഖുർആനിന്റെ ആയത്തുകൾ കേട്ടവരാണ് പടച്ചവനെ ഞങ്ങളെ നിസാരമാക്കിയിട്ടുണ്ട് റബ്ബേ. ഞങ്ങൾക്ക് നീ ഹിദായത്ത് തരാതെ തടഞ്ഞു വെക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഈമാൻ നീ ഉറപ്പിച്ച് തരണേ അല്ലാ. മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, മോനെ കഠിനമായ ശിക്ഷയുണ്ടടാ, കഠിനമായ ശിക്ഷയുണ്ട്, ഭയാനകമായ ശിക്ഷയുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് നിസാരമാക്കിയാൽ, ആ ആയത്തുകള് നീ നിസാരമായി കണ്ട, നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ വല്ലാത്ത കഠിനമാ. ഖുർആൻ പറയുകയാ, ഖുർആൻ പറയുകയാ, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി ഉത്ബോധനം നൽകപ്പെട്ടിട്ട് അവയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവന് അവനക്രമിയാ, അവനക്രമിയാ. അവനെക്കാളും വലിയ അക്രമി ആരുണ്ട്? തീർച്ചയായും അനന്തരം അവന് കഠിന ശിക്ഷയുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
കഠിന ശിക്ഷയാടാ ചെറുപ്പക്കാരോ, ഭയാനകമായ ശിക്ഷയുണ്ടടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിസാരമാക്കിയവര് വല്ലാത്ത ശിക്ഷ നിനക്ക് കടന്നു വരാനുണ്ട്. അത് ഭയാനകമായ ശിക്ഷയാണ്. ഒരു ചരിത്രം പറയട്ടെ, ഒരു ചരിത്രം പറയട്ടെ. അല്ലാഹു പറയുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്തെന്നറിയുമോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനെ ഒരു യുദ്ധത്തിന് വേണ്ടി അയക്കുകയാണ്. പടച്ചവനെ, സ്വഹാബികൾ യുദ്ധത്തിന് വേണ്ടി കടന്നുപോയി. ഒരു സ്ഥലത്ത് ചെന്ന് തമ്പടിക്കുമ്പോ സഹാബികളുടെ കൂട്ടത്തില് ഒരു ഹാഫിളായ സ്വഹാബിയുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവരാ. ആ സ്വഹാബിയതാ ഒരു ജൂത പെണ്ണിനെ കാണുകയാണ്, ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാണ്. അവളോട് പ്രണയം തോന്നുകയാണ്, അവളോട് സ്നേഹം തോന്നുകയാണ്. അവസാനം തന്റെ ആഗ്രഹം പെണ്ണിനോട് പറയുകയാ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം. ആ ജൂത പെണ്ണ് പറഞ്ഞു, എന്റെ മതത്തിലേക്ക് നീ കടന്നു വന്നാൽ, നീ മതം മാറി എന്റെ മതത്തിലേക്ക് കടന്നു വന്നോ, ഞാനതിന് സമ്മതമാണെന്ന് പറയുമ്പോ അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നും മതം മാറുകയാണ്. ആരാണെന്ന് ചിന്തിച്ചു നോക്ക്, ആരാണെന്ന് ചിന്തിച്ചു നോക്ക്. അവിടെ നിന്നും മതം മാറുകയാ. എല്ലാവരും പറഞ്ഞിട്ടും അവിടെ നിന്ന് കേൾക്കുന്നില്ല. അങ്ങനെ പടച്ചവനെ, ചരിത്രം പറയുന്നു, ആ യുദ്ധം പോലും പരാജയപ്പെട്ടു പോയി. അവസാനം വർഷങ്ങൾ കഴിഞ്ഞു. ആ യുദ്ധത്തിന് പങ്കെടുത്ത ഒരു സ്വഹാബി ഉണ്ടല്ലോ, അതേ നാട്ടിലൂടെ കടന്നു പോവുകയാ. പണ്ട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു പോയ നാട്ടിലൂടെ കടന്നു പോയപ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് ചോദിച്ചു, പണ്ട് ഞങ്ങളുടെ കൂടെ വന്ന ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടല്ലോ, മതം മാറി വിവാഹം കഴിച്ച ഒരു സഹാബി ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ അവസാനം കാണാൻ പോയി. പരസ്പരെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം സംസാരിച്ചു, രണ്ടുപേരും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, പിരിയാ സമയമാകുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും പഠിച്ചവനാണല്ലോ, നീ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനാണല്ലോ, നിനക്കെന്തെങ്കിലും ഓർമ്മയുണ്ടോ? നിനക്കെന്തെങ്കിലും ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ഹാഫിളായിരുന്നല്ലോ. അവിടെ നിന്ന് ചോദിക്കുമ്പോ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആനിലെ സർവ്വ ആയത്തുകളും ഞാൻ മറന്നുപോയി. ഒന്നേ ഒന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ എല്ലാ ആയത്തുകളും ഞാൻ മറന്നു. സർവ്വ ആയത്തുകളും ഞാൻ മറന്നുപോയി. ഒരേ ഒരായത്ത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഒരേ ഒരായത്ത് മാത്രം ഓർമ്മയുണ്ട്. മഹാനവൻ അത്ഭുതത്തോടെ ചോദിക്കുകയാ, ആ ഓർമ്മയുള്ള ആയത്തേതാ? ആ ഓർമ്മയുള്ള ആയത്തേതാ? എടാ ചെറുപ്പക്കാരാ, മറക്കല്ലേടാ. അല്ലാഹുവിന്റെ ഖുർആനിലെ സർവ്വായത്തുകളും മറന്നു. ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന്റെ അകത്ത് ഓർമ്മയുണ്ടായ ആയത്തേതെന്നറിയുമോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എങ്ങനെ മറക്കുമടാ, എങ്ങനെ മറക്കുമടാ? ഏത് മറന്നാലും ഇത് മറക്കില്ലല്ലോ. മരണത്തെ കുറിച്ചല്ല, ഖബറിനെ കുറിച്ചല്ല, പരലോകത്തെ കുറിച്ചല്ല, നരകത്തെ കുറിച്ചല്ല, അല്ലാഹുവിന്റെ ഒരു താക്കീതാ. ഈ വാഴ്ച കേൾക്കാൻ കടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന പെങ്ങന്മാരോട് പറയുകയാ, മോളെ, ഏത് മറന്നാലും ഇത് മറക്കല്ലേ.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഏതായത്ത് മറന്നുപോയാലും ഈ ആയത്ത് നിന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടാകണം. ഏതായത്തും അറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. സിറാജേ, നീ എവിടെ പോയാൽ, എത്ര വലിയവനായാലും എന്തൊക്കെ സംഭവിച്ചാലും അവസാനം എന്റെ മുന്നിൽ തന്നെ നീ തിരിച്ചു വരുമടാ. നീ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും, നീ എന്ത് ചെയ്ത് നടന്നാലും അവസാനം എന്റെ അടുക്ക തന്നെ വരും. നീ സൂക്ഷിച്ചോ. അല്ല പറഞ്ഞതാ. പലരും പറയും ഇറങ്ങിപ്പോകുന്നവനോട് നീ പൊക്കോ, എവിടെ പോയാലും എന്റെ കാൽച്ചുവട്ടിൽ വരും, എവിടെ പോയാലും നീ എന്റെ കാൽച്ചുവട്ടിൽ വരും നമ്മൾ പറയുമല്ലോ. അല്ല പറഞ്ഞതാ, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. വരുവടാ എന്റെ മുന്നിൽ തന്നെ. ഒരു ദിവസം നിന്നെ എന്റെ മുന്നിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. ഏതായത്തും മറന്നിട്ടും അത് മറന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ, അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് നിസാരമാക്കിയാൽ, അതിനെ നിസാരമായി തള്ളിക്കളഞ്ഞ അല്ല പറയുന്ന നിന്നെ ഞാൻ വിടൂല, നിനക്ക് കഠിന ശിക്ഷയുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബക്കറ്റ് വിരിവിന് സമയമായില്ലേ? എല്ലാരും ഇരിക്കണിട്ട് സഹിക്കണില്ല. ശരി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഖുർആൻ നിസാരമല്ല സഹോദര, ഖുർആൻ നിസാരമല്ല. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പ്രവാചകൻ ചോദിച്ചു, സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ, സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. സഹാബികൾ ചാടി വീണു. പറഞ്ഞതാ നബിയെ. എന്താ നബിയെ? അപ്പൊ പറഞ്ഞു, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്ന റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു കല്ല് കിടക്കുന്നു, ഒരു കമ്പ് കിടക്കുന്നു, പള്ളിക്കകത്തൊരു പൊടി കിടക്കുന്നു. ഇതെടുത്ത് വെളിയിൽ കളഞ്ഞാൽ നിനക്ക് സ്വർഗത്തിൽ പോകാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് കളഞ്ഞ? റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു കല്ല് കിടക്കണം, അതെടുത്ത് പടച്ചോനെ മാറ്റിയിട്ടാ മതി. ഒരു കമ്പ് കിടക്കുന്ന എടുത്ത് മാറ്റിയിട്ടാ മതി. പള്ളിക്കകത്തൊരു പൊടി കിടക്കുന്നു, മുഅദ്ദിൻ ഉസ്താദിനെ അല്ല നോക്കേണ്ടത്, നീ തന്നെ എടുത്ത് കള. അതെടുത്ത് കളഞ്ഞാൽ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സഹാബികൾക്ക് വലിയ സന്തോഷമായി. സഹാബികളുടെ മുഖത്തൊക്കെ വല്ലാത്ത പുഞ്ചിരിയായി. അടുത്ത ചോദ്യം, നരകത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴി പറഞ്ഞു തരട്ടെ, നരകത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. അപ്പൊ പഴയ ഉത്സാഹം ഇല്ല സഹാബത്തിന്. നരകമല്ലേ എന്ന് ചില ചോദിച്ചു. എന്താ നബിയെ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നു കളഞ്ഞാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അലം. അള്ളാഹു നമുക്ക് പുറത്തേരുമാറാകട്ടെ. എന്ത് ചെയ്താൽ മതി? ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നാ മതി. എത്ര സൂറത്ത് പഠിച്ചു മദ്രസയിൽ പഠിച്ചപ്പോ എത്ര സൂറത്ത് ഉസ്താദ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? എവിടെ ഓർമ്മ? നമ്മളിൽ എത്ര പേരാ ഓതി നോക്കുന്നത്? അതൊന്ന് തിരിച്ചു പഠിക്കാൻ തയ്യാറാകുന്ന എത്ര പേരുണ്ട്? ഏകദേശം മദ്രസയിൽ പഠിക്കുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വല്ലോഹായ്ക്ക് ശേഷമെങ്കിലും പഠിപ്പിക്കും. ഇപ്പൊക്കെ മാറി. മദ്രസയിലൊക്കെ 5ാം ക്ലാസ് ഒരു ജുസു പഠിപ്പിക്കാറുണ്ട്. എത്രയോ സൂറത്തുകൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. എവിടെ ഓർമ്മയുണ്ടോ? അള്ളാഹു നമുക്ക് പുറത്തുവരുമാറാകട്ടെ. പക്ഷെ ഇനിയെങ്കിലും സമയമുണ്ട്, പോയിരുന്ന് ഓതി പഠിക്കണം. ആ മറന്നുപോയ സൂറത്തുകൾ മുഴുവനും തിരിച്ചു പഠിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വലിയ ശിക്ഷയുണ്ടടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ടതിനെ നിസാരമായി കാണുന്നവരുണ്ടല്ലോ, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാത്തവരുണ്ടല്ലോ, അതിനെ പരിഗണിക്കാത്തവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന 13ാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു അവർക്ക് കഠിന ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, യസ്അലുകു അദാബൻ സഗദാ, ഭയാനകമായ ശിക്ഷയുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ നാലാമത്തെ കാര്യമെന്താ? ഖുർആൻ കേട്ട് കളയുന്നവര്, ഖുർആൻ കേട്ടിട്ട് നിസാരമാക്കുന്നവര് നിന്നെ അല്ലാഹു ഉപമിക്കുകയാ. എന്തിനോടെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുന്നു, ഫമാലഹും അനിത്തദ്കിറതി മുഅ്രിദീൻ കഅന്നഹും ഹുമുറും മുസ്തൻഫിറാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ അവഗണിക്കുന്നവരോട്, ആയത്തുകളെ നിസാരമാക്കുന്നവരോട് നിനക്കല്ല ഒരു ഉപമ പറയുകയാ. അല്ല നിനക്കൊരു ഉപമ പറയുകയാ. ഖുർആൻ കേട്ടിട്ട് നിസാരമാക്കുന്നവർക്ക് അള്ളാഹു തന്നെ ഒരു ഉപമ പറഞ്ഞു തരികയാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് അള്ളാഹു പറയുന്നത്? നിന്നെ അല്ല കഴുതയോടാണ് ഉപമിച്ചത്. നമ്മളങ്ങനെ ഇപ്പോഴും ചിലരെ കാണുമ്പോൾ നീ തറ കഴുതയാണോ എന്ന് ചോദിക്കത്തില്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് നിന്നെ ഉപമിച്ചിരിക്കുന്നത് കഴുതയിലേക്കാണ്. അള്ളാഹു നിന്നെ ഉപമിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴുതയിലേക്ക് അള്ളാഹു ഉപമിക്കുക. ഇങ്ങനെ മസലുഹും കമസലിൽ ഹിമാരി യഹ്മിൽ അസ്വാറ, ഇങ്ങനെ ചുമന്നുകൊണ്ട് കിടക്കണ പോലെ. എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിൻ്റെ ഖുർആനിനെ നിസാരമാക്കിയവൻ അള്ളാഹു കഴുത എന്നാ വിളിച്ചത്. കഴുതയോടാണ് ഉപമിച്ചത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നിനും കൊള്ളത്തില്ല അതിനെ കൊണ്ട്, ഇല്ലേ? നമ്മളും പറയും എന്താ കഴുതെന്ന് വിളിക്കും. സത്യം പറഞ്ഞാൽ കഴുതയെ കൊണ്ട് ഉപകാരമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇല്ല, ഞാൻ അജ്മീർ പോയപ്പോൾ കണ്ടു, പടച്ചോനെ ഇങ്ങനെ ചുമടിൽ കട്ടയിട്ട് നമ്മൾ ടിപ്പറിൻ്റെ ജോലി ചെയ്യണത് കഴുതയെ അജ്മീർ എന്നാ. ഇങ്ങനെ ഓടുക. അപ്പം ഇങ്ങനെ നോക്കി അങ്ങോട്ട് പോകുമ്പോൾ കട്ട ഇങ്ങനെ എടുത്ത് ഇഷ്ടികയൊക്കെ വെച്ച് അതിനിങ്ങനെ കൊണ്ടുപോകും. വേസ്റ്റ് വാരി അതിൻ്റെ മുകളിൽ വെക്കും കൊണ്ടുപോകും. അപ്പം നോക്കുമ്പോൾ ഒരു പയ്യൻ ഓടി വന്നിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്നും പോവാ. ആ പാവ ഇങ്ങനെ കൊണ്ട് നടക്കുക. അല്ല പറഞ്ഞില്ലേ, അതിനൊന്നും അറിയത്തില്ല സാധുവിന്. അപ്പൊ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസ്സാരമാക്കി കളയുന്നവനെ അള്ളാഹു കഴുതയോടാ ഉപമിച്ചത്. അള്ളാഹും കഴുതയെന്നാ വിളിച്ചത്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശദീകരിക്കുന്നില്ല. അഞ്ചാമത്തെ ശിക്ഷ അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുന്നു, ഫഇൻ അറദു ഫഖുൽ അൻദർതുകും സായിഖതന. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. അഞ്ചാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? മുൻ സമുദായങ്ങൾക്ക് വന്നു ഭവിച്ചതുപോലെയുള്ള ശിക്ഷ നിനക്ക് കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, കൊറോണ എന്ന് പറയുന്ന ഒരു രോഗം ഇന്ന് വരെ കേട്ടറിവ് പോലെ ഇല്ലല്ലോ. ഇന്ന് പോലും കേട്ടറിവില്ലല്ലോ. എന്ന് പറയുന്ന ഒരു രോഗത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ അല്ലാഹുവിനെ മറന്നപ്പോ മരുന്നുകൾ കണ്ടുപിടിക്കാത്ത ഒരു വൈറസിനെ പടച്ച റബ്ബ് നമുക്ക് തന്നല്ലോ. എന്തുകൊണ്ടാ? അല്ലാഹുവിന്റെ ഖുർആൻ മറന്നത് കൊണ്ടാണ്. പടച്ചവനെ, ഉരുൾപൊട്ടലുണ്ടാകുന്നു. പടച്ചവരെ, വെള്ളപ്പൊക്കമുണ്ടാവുകയാണ്. എന്തെല്ലാം വിപത്തുകൾ നമ്മളെ തേടി വരികയാ. അല്ലാഹുവേ, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത രോഗങ്ങളാ. പടച്ചവനെ, ഇതെല്ലാം നമ്മളെ തേടി വരുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ ആയത്തുകളെ നമ്മൾ അവിടെ നിന്ന് നിസാരമാക്കിയതിന് പടച്ച റബ്ബ് വരുന്ന ശിക്ഷയാ. എല്ലാം കൂടെ നമ്മൾ വായിച്ചു നോക്ക്. ഇന്ന് മുസ്ലിമിന് പേടിയാണ്. മുസ്ലിം ഒരു ഭയത്തിന്റെ നടുവിലാണ്. അവൻ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നതിനെ കുറിച്ച് പോലും വല്ലാത്ത പേടിയാ. എല്ലാ സ്ഥലങ്ങളിലൂടെയും പടച്ചവനെ, ഇസ്ലാമിനെതിരിൽ ശത്രുക്കൾ ഒരുമിച്ച് കൂടുകയാണ്. എന്തേ? അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു പറയുന്നത് നമ്മൾ അനുസരിക്കാതെ വരുമ്പോ അല്ലാഹു മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ പാഠം പഠിപ്പിക്കുകയാ. അല്ലാഹു നമ്മളെ നന്നാക്കുമടാ. അല്ല പറയുന്നത് നമ്മളെ കേട്ടില്ലെങ്കിൽ അല്ലാഹു മറ്റുള്ള രീതിയിൽ പടച്ചവൻ നമ്മളെ പഠിപ്പിക്കുകയാ. ഉസ്താദന്മാർ ഒരുപാട് വാഴ്ന്നു പറഞ്ഞു, പടച്ച റബ്ബിനെ പേടിച്ച് നടക്ക്. നിങ്ങളിങ്ങനെ നടക്കല്ലോ. ഖുർആനും ഹദീസുകളും നിരത്തി വെച്ചിട്ട് ഉസ്താദന്മാര് പറഞ്ഞപ്പോ നിസാരമായില്ലേ, കളിയാക്കിയില്ലേ? പടച്ച
പടച്ചവന്റെ അദാബുകൾ നമ്മളെ തേടി വരികയാ. പടച്ചവനെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി നമുക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്ന് പോകണോ വേണ്ടയോ, എങ്ങോട്ടാണ് പോകേണ്ടതറിയില്ലല്ലോ. സമ്പാദിച്ചു വെച്ച സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു പോകുമല്ലോ. എല്ലാവരും ഭയത്തിന്റെ നടുവിലാ. പേടിയല്ലേ സഹോദരാ? മുസ്ലിം ഇന്നെവിടെ പോയാലും ഭയത്തിന്റെ നടുവിലല്ലേ. എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണം എന്തെന്നറിയോ? നമ്മൾ അല്ലാഹനെ മറന്നതാ. അല്ലാഹനെ മറന്നു കളഞ്ഞപ്പോ പടച്ചവനെ പള്ളിയിൽ കയറി നിസ്കരിക്കാം നമുക്ക് മടിയാണല്ലോ. നമുക്ക് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നമുക്ക് അവിടെ കയറി നിസ്കരിക്കാൻ മടിയാ. നിസ്കാരത്തെ കുറിച്ച് പടച്ചവനെ ഉസ്താദന്മാര് വഅദ് പറഞ്ഞപ്പോ, ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും പറഞ്ഞപ്പോ നമുക്ക് തിരിഞ്ഞില്ലല്ലോ. ഇന്ന് നമസ്കരിക്കാൻ പോലും വെള്ളിയാഴ്ച പോലും നമസ്കരിക്കാൻ സമ്മതിക്കാത്ത രാജ്യമുണ്ടല്ലോ, സംസ്ഥാനങ്ങളുണ്ടല്ലോ. എന്തേ സഹോദരാ, ഫർദ ധരിച്ചു കൊണ്ടുപോകുന്ന പെൺകുട്ടിയെ ഫർദയുടെ ഹിജാബ് പോലും അഴിക്കുന്ന കാലമല്ലേ. എന്തേ നമ്മൾ മനസ്സിലാകാത്തത്? ഇനിയെങ്കിലും നമ്മൾ എന്തേ പഠിക്കാത്തത്? എത്ര ഇസ്സത്ത് ഉണ്ടായിരുന്ന സമുദായമാ മുസ്ലിം ഉമ്മത്തിനൊരു ഇസ്സത്ത് ഉണ്ടായിരുന്നല്ലോ. ഇസ്സത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയല്ലോ. പടച്ചവനെ ഇസ്ലാമിന് ഇസ്സത്ത് ഉണ്ടായിരുന്നു, മുസ്ലിമിന് ഇസ്സത്ത് ഉണ്ടായിരുന്നു. ഇന്ന് വല്ല ഇസ്സത്തും ഉണ്ടോ? കേരളത്തില് എന്റെ പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ടും അറബികൾ കടന്നു വന്നപ്പോ സ്വീകരിച്ചത് ഇവിടുത്തെ മാപ്പിള മുസ്ലിമീങ്ങളാ അല്ല. കേരളത്തിന്റെ അവസ്ഥ എടുത്ത് നോക്കുമ്പോൾ കൊടുങ്ങല്ലൂരിലേക്ക് കടന്നു വന്ന സമയത്ത് അറബികളെ സ്വീകരിച്ചത് അവിടുത്തെ രാജാക്കന്മാരായിരുന്നു. അവർക്ക് വെള്ളം കൊടുത്തതും ഭക്ഷണം കൊടുത്തതും താമസിക്കാൻ സൗകര്യം കൊടുത്തതും നിസ്കരിക്കാൻ റൂം കൊടുത്തതും അന്നത്തെ ഹൈന്ദവരായിരുന്നു. ഇന്നോ മുസ്ലിമിന് എന്തെങ്കിലും വിലയുണ്ടോ എവിടെങ്കിലും? ഈ ഡുബൈയും തൊപ്പി ഇട്ടുകൊണ്ട് പോകുമ്പോ പടച്ചവരെ ചന്ദ്രനിൽ നിന്ന് ഇറങ്ങി വന്ന ആളെ പോലെ നമ്മളെയൊക്കെ ചിലര് നോക്കണത്. എടാ അവഹേളനം, പുച്ഛം. നിങ്ങൾ ആലിക്ക് ഇതുപോലെ ജുബൈയും തൊപ്പിയൊക്കെ ഇട്ട് മംഗലാപുരം ടൗണിൽ കൂടെ ഇറങ്ങിയപ്പോ ഇങ്ങനെ നോക്കുക, ഒരു അത്ഭുത ജീവിയെ പോലെ പരിഹസിക്കുന്നു, കളിയാക്കുന്നു. ആരെ? നമ്മളെ. എന്തുകൊണ്ട്? ഇത് നമ്മൾ അള്ളാനെ മറന്നപ്പോ അള്ള തന്ന ശിക്ഷയാ. എന്തിനാ അവരുടെ തോളത്ത് കയറണത്? എന്തിനാ അവരുടെ തോളത്ത് കയറുന്നത്? മുസ്ലിം എന്ന് പറയുമ്പോ തന്നെ ഒരു മോശമായ രീതിയിൽ കാണുന്ന ഒരു കാലഘട്ടം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തുകൊണ്ട്? അള്ള പറയണേ നമ്മൾ കേൾക്കണില്ല. അങ്ങനെ വന്നപ്പോ അള്ള നമ്മളെ നന്നാക്കാൻ തീരുമാനിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ അവിടെ നിന്ന് പറയുകയാ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു. അഞ്ചാമത്തെ കാര്യം, മുൻ സമുദായങ്ങളിൽ വന്നുപോയ സമൂത് ഗോത്രം, ഇങ്ങനെയുള്ള ഗോത്രങ്ങളിൽ വന്നുപോയതുപോലെയുള്ള ശിക്ഷകൾ നമ്മളെ തേടി വരും, അദാബുകൾ നമ്മളെ തേടി വരും. അടിച്ചേക്ക് ആണ്ട് നടത്തുന്നത് പോലെ ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടാവണ കേരളത്തിൽ. ഒരു വർഷം വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പൊ പത്രക്കാരെഴുതി എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. അടുത്ത വർഷവും പൊള്ളും. എത്ര സ്ഥലങ്ങളിലാ പടച്ചവനെ ഉരുള് പൊട്ടിയത്. ഈ മടിക്കേരിയിലൊക്കെ പൊട്ടിയില്ലേ ഇപ്പൊ അല്ലേ? മടിക്കേരി എന്ന് പറയുന്ന സ്ഥലം എത്ര പേര് അടിച്ചുവയ്ക്ക്. അപ്പൊ ഇതൊക്കെ നമ്മളെ തേടി വരുന്നത്. റമളാൻ മാസത്തിൽ തന്നെ അതാ പറഞ്ഞുവാ. എന്നാലിച്ചയ്ക്ക് ശൈത്താന്മാരെ മുഴുവനും കെട്ടിയിട്ടിരിക്കണ മാസത്തിൽ പോലും അതാ പറഞ്ഞുന്നു. അള്ളാഹു കരുണ കാണിക്കുന്ന മാസത്തിൽ പോലും അതാ പറഞ്ഞുന്നു. ഹജ്ജിന്റെ മാസത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വവ്വാലിൽ നിന്ന് വരെ രോഗം വരുന്നു, കോഴിയിൽ നിന്ന്, പന്നിയിൽ നിന്ന്. ഇല്ലേ? നിപാ വൈറസ് എവിടെ നിന്നാ വരുന്നത്? വവ്വാലിൽ നിന്നിട്ടാ വരുന്നത്. എന്നാലിച്ചേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ അദാബുകൾ നമ്മളെ തേടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.